ഓപ്പറേഷൻ സിന്ദൂർ അടിച്ച് തകർത്തതിന്റെ ത്രില്ല് ഭാരതത്തിന് ഇനിയും മാറിയിട്ടില്ല. വീണ്ടും ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണിയിൽ തോട്ടി കയറ്റാൻ വന്നാൽ അടിച്ചു പരത്തുമെന്ന് പാകിസ്ഥാനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ചെങ്കോട്ടയും പുണ്യക്ഷേത്രങ്ങളെയും ലക്ഷ്യമിട്ട് പാക് ഭീകര സംഘടന ലഷ്കർ എ തോയ്ബ പുതിയ ആക്രമണത്തിന് കോപ്പുകൂട്ടുന്നതായി രഹസ്യാന്വേഷണ ഏജൻസികളുടെ മുന്നറിയിപ്പ് മണിക്കൂറുകൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു. ഫെബ്രുവരി 6 പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിലുണ്ടായ ഷിയ പള്ളി സ്ഫോടനത്തിന് ഭാരതത്തോട് പ്രതികാരം തീർക്കാനാണ് ഭീകരരുടെ നീക്കം. IED ഉപയോഗിച്ച് ദില്ലിയിലെ തിരക്കേറിയ ചാന്ദിനി ചൗക്ക് മേഖലയിലുള്ള പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ സ്ഫോടനം നടത്താൻ ലഷ്കർ പദ്ധതിയിടുന്നതായാണ് അതീവ രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നത്. ഭാരതത്തിന്റെ സമാധാനത്തെയും ഐക്യത്തെയും ഒക്കെ തകർക്കാൻ അതിർത്തി കടന്നുള്ള ശത്രുക്കൾ വീണ്ടും ഒരു നീക്കം നടത്തുകയാണ്. എന്നാൽ അത്തരത്തിലൊരു നീക്കം ഇനി നടത്തിയാൽ ഉരുക്കുമുഷ്ടി കൊണ്ട് നേരിടുമെന്ന ആത്മവിശ്വാസത്തിന് സുരക്ഷാ ഏജൻസികൾക്ക് യാതൊരു കുറവും കോട്ടവുമില്ല. റിപ്പബ്ലിക് ദിനത്തിന് മുൻപ് തന്നെ ഇത്തരം ഭീകര ഭീഷണിയെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചിരുന്നു എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ദില്ലി പോലീസിലെ സ്പെഷ്യൽ സെൽ ഉദ്യോഗസ്ഥർ സുരക്ഷാ ക്രമീകരണങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ഒരുപാട് യോഗങ്ങൾ ചേർന്നു കഴിഞ്ഞു. മഹാശിവരാത്രി കഴിഞ്ഞതേ ഉള്ളൂ. ശിവരാത്രി പ്രമാണിച്ച് ചാന്ദിനി ചൗക്കിലെ പ്രശസ്തമായ ഗൗരി ശങ്കർ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ആരാധനാലയങ്ങളിൽ കമാൻഡോകളെയും പ്രത്യേക നിരീക്ഷണ സംഘങ്ങളെയും വിന്യസിച്ചിരുന്നു. ഇസ്ലാമാബാദിലെ പള്ളിയിൽ നടന്ന ചാവേർ ആക്രമണത്തിൽ 31 പേരാണ് കൊല്ലപ്പെട്ടത്. ആ സംഭവത്തിന് പിന്നിൽ ഭാരതമാണ് എന്ന വ്യാജ ആരോപണം ഉയർത്തിയാണ് പാക് ഭീകരർ ഇപ്പോൾ വീണ്ടും പ്രകോപനത്തിന് മുതിരുന്നത്. കഴിഞ്ഞ നവംബർ 10 ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു കാർ ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിനുശേഷം ദില്ലി എപ്പോഴും സദാ ജാഗ്രതയിലാണ്. 12 പേരുടെ ജീവൻ എടുത്ത ആ സംഭവത്തിന് പിന്നിലെ ഭീകര ശൃംഖലയെ സുരക്ഷാ സേന തകിടം മറിച്ചിരുന്നു, തകർത്തിരുന്നു. അതിന് പിന്നാലെ ഖാലിസ്ഥാനി ഭീകരർ, ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകര സംഘങ്ങൾ, ഇവരെല്ലാം ഇന്ത്യയിലെ ഗുണ്ടാ സംഘങ്ങളുമായി ഒത്തുചേർന്ന് ഭാരതത്തിനകത്ത് അസ്ഥിരത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതായും വിവരമുണ്ടായിരുന്നു. നിലവിൽ ദില്ലിയിൽ ആഗോള ഉച്ചകോടി നടക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിലും നഗരം കനത്ത സുരക്ഷാ വലയത്തിലാണ്. ബോംബ് ഡിസ്പോസൽ സ്ക്വാഡുകളുണ്ട്, ഡോഗ് സ്ക്വാഡുകളുണ്ട്, ക്വിക്ക് റിയാക്ഷൻ ടീമുകളുണ്ട്. ഇവരൊക്കെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ നില ഉറപ്പിച്ചു കഴിഞ്ഞു. ശത്രുക്കളുടെ ഏത് തരത്തിലുള്ള പ്രകോപനത്തെയും ചെറുത്തു തോൽപ്പിക്കാൻ ഭാരതം സജ്ജമാണെന്ന് ഒരടി പോലും പിന്നോട്ടില്ല എന്നും അധികൃതർ ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ദില്ലിയിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദില്ലിയിലേക്കുള്ള അതിർത്തികൾ സീൽ ചെയ്യുകയും വാഹന പരിശോധന കർശനമാക്കുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷനുകളിലും വിമാനത്താവളങ്ങളിലും കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. CCTV ക്യാമറകൾ വഴിയുള്ള നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്ന വ്യക്തികളെയും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കാണുന്ന വസ്തുക്കളെയും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘങ്ങൾ നിലവിലുണ്ട്. അതുപോലെ തന്നെ പ്രധാന കേന്ദ്രങ്ങളിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടുന്നതിന് സുരക്ഷാ സേനകൾ മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുകയാണ്. അപരിചിതർ നൽകുന്ന പാർസലുകൾ വാങ്ങാതിരിക്കാനും സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പോലീസിനെ അറിയിക്കാനും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ ദില്ലി കനത്ത ജാഗ്രതയിൽ തന്നെയാണ്, സുരക്ഷയിൽ തന്നെയാണ്. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ ലഷ്കർ എ തോയ്ബ പലയിടത്തും സ്വീകരിച്ചു വരുന്നത്. ഡ്രോണുകൾ വഴിയുള്ള ആയുധക്കടത്തും സൈബർ ഇടങ്ങളിലൂടെയുള്ള ആശയവിനിമയവും സുരക്ഷാ ഏജൻസികൾക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. 2025 സംഭവത്തിന് ശേഷം ദില്ലിയുടെ സുരക്ഷാ പ്ലാനിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. എങ്കിലും ഭീകരരുടെ പുതിയ നീക്കങ്ങൾ അതുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സദാ ജാഗ്രത ആവശ്യപ്പെടുക തന്നെയാണ് സുരക്ഷാ സംവിധാനങ്ങൾ. രാജ്യതലസ്ഥാനം ഭീകരരുടെ നിഴലിലാണ് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ ജനങ്ങളുടെ ഇടയിൽ ആശങ്ക പകർന്നിട്ടുണ്ടെങ്കിലും ഭയപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ഏതുതരം വെല്ലുവിളികളെയും നേരിടാൻ ഇന്ത്യൻ സുരക്ഷാ സേന സജ്ജമാണെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉറപ്പുമുണ്ട്. എന്തു വന്നാലും ശരി, ജനങ്ങളെയും സംസ്ഥാനത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സുരക്ഷാ സേനകൾക്ക് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അവർ കൈമെയ് മറന്ന് അവരുടെ കണ്ണും കാതും കൂർപ്പിച്ച് തന്നെ രാജ്യത്തിന്റെ സുരക്ഷയിൽ അതീവ ശ്രദ്ധാലുക്കളായി നിതാന്ത ജാഗ്രത പുലർത്തുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.